എന്താ അവൾ ഈ പഞ്ചായത്തിൽ ജനിച്ചു വളർന്നവളല്ലേ? നിങ്ങളെപ്പോലുള്ള മുതലാളിമാരെ ആദ്യമായി തൊഴിലാളികൾ എതിർക്കാൻ പോവുകയാണ്. ഇവിടെ കുറ്റൂർപ്പേ, തന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ ഞാൻ നിൽക്കുന്നില്ലെന്ന്. ഞാൻ പോവുകയാണ്. ആരും ബഹളം ഉണ്ടാക്കരുത്. നമ്മൾ അന്തസ്സുള്ള കാര്യത്തിന് വന്നവരാണ്. പോകരുത്, മാനക്കേടാണ്. നമ്മൾ പോയാൽ തോട്ടോടിയെന്ന് പറയും. പിന്നെ ഈ തെന്നോട് ഞാൻ മത്സരിക്കണം. മത്സരിച്ചില്ലെങ്കിൽ അവൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവും. നമ്മൾ അവന്റെ കീഴിൽ കഴിയേണ്ടി വരും. സുരേന്ദ്ര, നീ തീയോടാണ് കളിക്കുന്നത്. തോറ്റ് തൊപ്പിയിടും. അത് നമുക്ക് കാണാം. നീ തോറ്റാൽ തലമൊട്ടയടിച്ച് ഈ നാട്ടിൽ നിന്ന് പോണം. പോകാം, പക്ഷേ കുറുപ്പദ്ദേഹം തോറ്റാലോ? കുറുപ്പദ്ദേഹം തോക്കില്ലടാ. തോറ്റാലോ? തോറ്റാവുന്ന അദ്ദേഹത്തിന് സ്വത്തിന് കെട്ടി തരണോ? വേണ്ട. പിന്നെന്താ, അദ്ദേഹത്തിന് മോളെ കെട്ടിത്തരണോ? എന്താ പറഞ്ഞത്? മോളെ കെട്ടിച്ചു തരാമെന്ന്? അതിനുള്ള നട്ടൽ ഇദ്ദേഹത്തിനുണ്ടോ? ചുണയുണ്ടെങ്കിൽ പന്തയം വെക്കണം, അല്ലെങ്കിൽ പിന്മാറണം. ഞാൻ പിന്മാറാനോടാ പട്ടി. പിടിയില്ലേട്ടാ, ഇതൊരു വാശിയാണ്. പറയാൻ തയ്യാറാണെന്ന്. ആണത്തുമുണ്ടെങ്കിൽ പന്തയം വെക്കണം. പന്തയമല്ല, നീ ജയിച്ചാൽ എന്നെ മോളെ കെട്ടിച്ചു തരാം. നാട്ടുകാരെ, ഈ പന്തയം നിങ്ങൾ കേട്ടല്ലോ. ഈ പന്തയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രണ്ടുപേരും മത്സരിക്കാൻ പോവുകയാണ്. ആരെടുത്താലും ഞാൻ നിൽക്കും. നീ നിൽക്കുവല്ലടാ. എടാ ഗുരുത്വദോഷി, കുറുപ്പദ്ദേഹത്തിന് എതിരായിട്ട് ഇലക്ഷൻ നിൽക്കാൻ നിനക്ക് എന്താടാ യോഗ്യത? ഞാനും ഈ നാട്ടിലൊരു പൗരനാണ്. ഓ, അവന്റെ ഒരു പരവൻ. എടി, നീ അല്ലടി ഇവനെ പറ്റത്. പിന്നെ നിങ്ങളാണോ? ഞാൻ പറ്റി ചവിട്ടി തരും. എടി, കുറുപ്പദ്ദേഹം ആരാ? ഇവനാരാ? ഇവനാരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എരപ്പാൾത്തരം പറഞ്ഞാലുണ്ടല്ലോ. അത് തന്നെയാണ് ഞാനും പറയുന്നത്. എടാ നോക്ക്, കുറുപ്പദ്ദേഹം 10 കൊല്ലമായിട്ട് ഈ പഞ്ചായത്തിന്റെ സ്ഥിരം പ്രസിഡന്റാണ്. അച്ഛാ, ഈ പഞ്ചായത്ത് അയാളുടെ കുത്തകയാണ്. ആണടാ, അദ്ദേഹത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും ഈ പഞ്ചായത്തൊക്കെ അദ്ദേഹത്തിന് പുല്ലാണടാ. പുല്ലാണെങ്കിൽ അയാളും ഇത്ര വാശി പിടിക്കുന്നത് എന്തിനാണ് അച്ഛാ? നീ എന്താണ് വിളിച്ചത്? അയാളോ? അവന്റെ കാറ്റ് നിനക്കും വീശി തുടങ്ങി. ഇങ്ങോട്ട് നോക്ക്, ഈ കരയിൽ എന്റെ മുതലാളിയെ പറ്റി കമാന്ന ഒരക്ഷരം ആരും ശബ്ദിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് മുതൽ ഞാൻ ശബ്ദിക്കാൻ പോവുകയാണ്. ആരും നീയോ? എടാ, നീ മര്യാദയ്ക്ക് പിൻവലിക്കുകയാണ് നല്ലത്. കാരണം എന്റെ മുതലാളിയോട് എന്റെ മകൻ എതിർക്കാൻ പാടില്ല. എന്നാൽ മുതലാളി അങ്ങ് പിന്മാറാൻ പറയണം. നീ എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്തിനാ മനുഷ്യ അവൻ ഇറങ്ങുന്ന വഴിക്കൊക്കെ കോല് വെക്കാൻ നടക്കുന്നത്? ഞാനോ? ഇവനാടി എനിക്ക് കോല് വെക്കുന്നത്? അച്ഛാ, എന്നെ നിർത്തിയിരിക്കുന്നത് ഈ നാട്ടിലെ ചുറുചുറുക്കുള്ള കുറെ ചെറുപ്പക്കാരാണ്. ഞാൻ പിന്മാറിയാൽ അവരുടെ തന്തയ്ക്ക് വിളിക്കും. വിളിക്കട്ടടാ, എന്നെ അല്ലേ വിളിക്കുന്നത്. വേണമെങ്കിൽ അവന്മാര് എന്റെ തന്തയ്ക്കും വിളിച്ചോട്ടെ. എന്നാലും അവൻ പിന്മാറിയേ പറ്റുമല്ലേ? അതേടി, അവൻ പിന്മാറണം. ഈ ജന്മം അത് നടക്കില്ല അച്ഛാ. അച്ഛന്റെ മുതലാളിയെ ഞാൻ തോൽപ്പിച്ച് തൊപ്പിയിടിക്കും. എന്നാ അന്ന് നീ എന്റെ മകനും ഞാൻ നിന്റെ തന്തയല്ലെന്ന് വെക്കും. അച്ഛാ, ചുണയുണ്ടെങ്കിൽ നീ നിൽക്കടാ. മുതലാളിക്ക് വേണ്ടി ഞാൻ നടന്ന് വോട്ടുപിടി. അത് വെറുതെ നാറാനാച്ചാ. എന്റെ ഭഗവാനെ, ഇതെന്തൊരു ഭ്രാന്താ. ഭ്രാന്ത് നിനക്കും നിന്റെ മക്കൾക്കുമാണ്. മുതലാളി ജയിക്കോ ഈ എരപ്പാള് ജയിക്കോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ എന്തെങ്കിലും കഴിച്ചേച്ച് പോ. നീ എന്തോടി പറഞ്ഞത്? എന്തെങ്കിലും കഴിച്ചേച്ച് പോവാൻ? എന്റെ തന്ത വന്ന് കഴിക്കോടി. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണ്? നാട്ടുകാരുടെ മുമ്പിൽ പന്തയം വെച്ചിരിക്കുന്നു സ്വന്തം മകളെ. നിങ്ങൾ തോറ്റാൽ അവിടെ കല്യാണം കഴിച്ചു കൊടുക്കുമോ? നീ പറഞ്ഞ ഞാൻ ഇപ്പോഴേ തോന്നാൻ തോന്നുമല്ലോ. ഞാൻ പറയുന്നതാണോ കുറ്റം? നിങ്ങൾക്കെതിരായി ആരും നിൽക്കില്ലെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ എതിരുണ്ടായില്ലേ? അതുപോലെ ജയിക്കുമെന്ന് വിചാരിക്കുന്ന നിങ്ങൾ തോറ്റാൽ എന്ത് ചെയ്യും? ഞാൻ ഈ നാട്ടിൽ തോറ്റാൽ അന്ന് സൂര്യൻ പടിഞ്ഞാൻ ഉദിക്കും. അമ്മേ, ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്ന് എന്റെ അമ്മയുടെ പരാതി ഇതാ. എന്താടാ ഇത്? അമ്മയുടെ മരുമകളുടെ കഴുത്തി കിട്ടാൻ പോകുന്ന താലി. ചേട്ടൻ എന്താ ഈ പറയുന്നത്? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന്. അതിന് പെണ്ണേതാ? ശങ്കരക്കുറുപ്പിന്റെ മകൾ. രാധകുഞ്ഞോ? അതെ. കുറുപ്പിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചാൽ അയാളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരാമെന്ന് പരസ്യമായ അയാൾ വാക്ക് തന്നിരിക്കുകയാണ്. ഞാൻ ജയിക്കും. അയാളുടെ മകളുടെ കഴുത്തിൽ ഞാൻ ഈ താലിയും കെട്ടും. ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോടാ മോനെ? പിന്നെ നടക്കാതെ? കരക്കാരുടെ മുമ്പിൽ വെച്ചാണമ്മേ അയാൾ പന്തയം വെച്ചത്. 1-ാം സാക്ഷി കേശവക്കുറുപ്പ്, 2-ാം സാക്ഷി എന്റെ അച്ഛൻ. എന്റെ പൊന്നു മോനെ, നീ എന്തിനാടാ ഈ ഏടാകൂടത്തിനൊക്കെ പോകുന്നത്? എനിക്ക് ആകെ പേടിയാകും. അമ്മ പേടിക്കാതിരിക്കും. അമ്മേനെ അനുഗ്രഹിച്ചാൽ മതി. ഈശ്വരൻ നിനക്ക് നല്ലത് വരുത്തട്ടെ. എങ്ങനെ ഇരിക്കുന്നു? എല്ലാ വോട്ടും നമുക്കളങ്ങനെ. ക്ഷമനക്കാരന് ഉടനെ വിളിച്ചോളൂ. സുരേന്ദ്രന്റെ തല മുട്ടയടിക്കാല്ല. എങ്ങനെ ഇരിക്കുന്നു മോനെ? കർഷക തൊഴിലാളികൾ നേരും നിലയുള്ളവരാണെങ്കിൽ കുറുപ്പദ്ദേഹത്തിന് കെട്ടിവെച്ച കാശ് കിട്ടില്ല.
മുങ്ങേണ്ട ആവശ്യമില്ല, നമ്മളെ ജയിക്കൂ. ശരിയാ, പക്ഷെ അവന്മാരൊക്കെ വളരെ സന്തോഷത്തിലാണ്. അണയാൻ പോകുന്ന വിളക്ക് ആളി കത്തും, അത് തോൽക്കാനുള്ള സന്തോഷമാണ്. പക്ഷെ കുറുപ്പത്തെ ഇവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് പോയാട്ടെ. അതെന്താ? തവളക്ക് വളരെ കുറച്ചേ ഉള്ളൂ. ഈശ്വര, ചതിച്ചോ? ഒന്ന് ഞാൻ പോവുക. അതൊന്ന് കൊച്ചോ, ഞാൻ രണ്ടിലൊന്ന് അറിഞ്ഞേ വരൂ. 450 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ സുരേന്ദ്രൻ വിജയിച്ചിരിക്കുന്നു. അവൻ ജയിച്ചത് അങ്ങനെ അവനല്ല ജയിച്ചത്, ഞാനാ ജയിച്ചത്. അവനെ ഇലക്ഷൻ നിർത്തിച്ചു, കെട്ടിക്കാൻ പണം കൊടുത്തവ ഞാനാ. എന്റെ മുന്നത്തെ ഭഗവതി, ഈ കുറുപ്പേ എന്റെ അച്ഛനെ തെണ്ടിച്ചവനാ. അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ ഇവനെ തെരഞ്ഞെടുപ്പിന് നിർത്തി അവനെ തോൽപ്പിച്ചു. പോയി സുരേന്ദ്രനടുത്ത് പറഞ്ഞാലേ ഞാന് കിളവനിക്ക് ഒരു തേങ്ങ അടിച്ചിട്ട് വരും. എല്ലാം തകർന്നു മാത്രമേ. ഇനി എന്ത് ചെയ്യും? ഗോവിന്ദനെ ഉടനെ അളിയന്റെ വീട്ടിലേക്ക് അയക്കണം. രാത്രി കുറെ നാളത്തെ ഇങ്ങോട്ട് അയക്കണ്ടെന്ന് അളിയനെ അറിയിക്കണം. ഞാനിപ്പോ വരുന്ന വഴി അച്ഛാ. ചേട്ടൻ അവിടെ കൂട്ടുകാരനായി സംസാരിച്ചോണ്ട് നിൽക്കുക. നമുക്ക് പോകാം. എവിടേക്കാ അച്ഛാ? എവിടെയൊക്കെ ഞാൻ പറയാം. വേഗം വാ. അമ്മേ, അവനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അയ്യോ മോളെ, ചതിച്ചു. എന്താ അച്ഛാ? സുരേന്ദ്രന്റെ ജാഥ വരുന്നുണ്ട്. അതിന് നമുക്കെന്താ? മോളെ, തെരഞ്ഞെടുപ്പിൽ അവൻ ജയിച്ചാൽ നിന്നെ അവന് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് ഞാൻ പന്തയം വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛാ, അയ്യോ വരും മോളെ. ഞാൻ വരില്ല. ഞാനല്ല പന്തയം വെച്ചത്. അവൻ എന്നെ എന്ത് ചെയ്യുമെന്ന് കാണട്ടെ. മോളെ, ഇവിടെ ബലം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് നേരെ കുറുപ്പദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാം. അച്ഛാ, കരക്കാരുടെ മുമ്പിൽ വെച്ച് എന്റെ കഴുത്ത് വെട്ടി തരാമെന്ന് അച്ഛന് വാക്ക് പറയാമായിരുന്നല്ലോ. ഞാൻ സന്തോഷത്തോടു കൂടി കഴുത്ത് വെട്ടി തരുമായിരുന്നു. എന്നോട് ക്ഷമിക്കൂ മോളെ. ക്ഷമിക്കാനോ? ഞാൻ പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ്. അച്ഛന് പന്തയം വെക്കാനുള്ളതാണോ എന്റെ ജീവിതം? ആ തെണ്ടിക്ക് എന്നെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് പറയാൻ അച്ഛനുണ്ട് അവകാശം. മോളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ സമാധാനമായിരിക്കുക. നമ്മൾ ജയിച്ചവരാണ്. കുറുപ്പ് അദ്ദേഹം അന്തസ്സുള്ളവനാണെങ്കിൽ വാക്ക് പാലിക്കും. ഗോവിന്ദ, നീ എന്റെ കുടുംബത്തിന്റെ മകൻ രക്ഷിക്കണമല്ലോ. അങ്ങനെ ഇന്ന് വരെ നീ എന്റെ കാല് പിടിച്ചിട്ടുള്ളൂ. ഇന്ന് ഞാൻ നിന്റെ കാല് പിടിച്ചാൽ എന്താണ് ഈ കാണിക്കുന്നത്? ഗോവിന്ദ, നിന്റെ മകൻ ഞാൻ എന്ത് വേണമെങ്കിലും കൊടുക്കാം. എന്റെ മകളെ മാത്രം ചോദിക്കരുതെന്ന് പറയണം. ഞാൻ പറയാറില്ലേ, ഞാൻ ഈ കുടുംബത്തിന് ഒരു ചീത്ത പേരുണ്ടാക്കിയില്ലാകില്ലേ. ഞാൻ തിന്ന ചോറിന് നന്ദിയുള്ളവരാണ്. ഞാൻ പറയാം, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനില്ല. ഇപ്പൊ ഒന്നും ചോദിക്കാനില്ല. അച്ഛനും മകനും എല്ലാം വീട്ടിൽ. സുരേന്ദ്രൻ കുഞ്ഞിപ്പോ ഞങ്ങൾ ജയിലാണ്. എന്താ ഇവിടെയും കൂലി പ്രശ്നമാണോ? ഇത് കൂലി പ്രശ്നമല്ല, താലി പ്രശ്നമാണ്. എല്ലാം അറിഞ്ഞു കാണുമല്ലോ. ഒന്ന് ചുമ്മാ വിരിയടാളിയ. നിന്നെ പെണ്ണ് കെട്ടിച്ചെന്നെ വിടാവുന്നു. ഞാനും നോക്കട്ടെ. അവനോടൊരു വാക്ക് പറയാൻ മറ്റുള്ളവർ സമ്മതിക്കുന്നില്ല. എന്നെ തല്ലിക്കൊല്ല്. എനിക്ക് ഇങ്ങനത്തെ ഒരു മകനുണ്ടായി. എന്റെ കൈ കൊണ്ട് എടുത്തു വളർത്തിയ കുഞ്ഞല്ലേ എന്നെ കൊല്ലട്ടെ. മോനെ, പാവാടാ. ഞാനാണ് തെറ്റുകല്ല. നീ എന്നോട് ക്ഷമിക്കും. ക്ഷമിക്കാൻ നിങ്ങൾ എന്റെ തന്തയായിപ്പോയി. ഇല്ലെങ്കിൽ എന്റെ പെങ്ങളെ കൊടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ നോവിയാൽ ചവിട്ടിപ്പിന്നെ. പറയൂ, അച്ഛന്റെ അഭിമാനം രക്ഷിക്കാൻ എന്റെ പെങ്ങളെ കുരുതി കൊടുക്കാൻ തന്നെയാണോ തീരുമാനം? എനിക്കത് ഇപ്പോഴറിയണം. പറയൂ, പറയാൻ.
തെറ്റ് ചെയ്തു പോയി. മാപ്പ് തരാനുള്ള കാരുണ്യമെങ്കിലും നിനക്കില്ല. രാധേ, ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത് നീയാണ്. ഞാൻ എന്താ തീരുമാനം എടുക്കേണ്ടത്? അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ അവന്റെ കൂടെ ഇറങ്ങി പോണോ? അമ്മ പറയൂ. എനിക്കൊന്നും പറയാനില്ല. പക്ഷേ നിന്റെ അച്ഛൻ ഹൃദയം പൊട്ടി മരിക്കാതിരിക്കണമെങ്കിൽ നീ വിചാരിച്ചാലേ പറ്റൂ. ഒന്നുകിൽ നിന്റെ കഴുത്തിൽ താലി കയറണം, അല്ലെങ്കിൽ ഞാൻ വിധവയാകും. എന്ത് വേണമെന്ന് വെച്ചാ നീ തീരുമാനിച്ചോളൂ. എന്ത് വേണമെന്ന് വെച്ചാ നീ തീരുമാനിച്ചോളൂ. എന്റെ അച്ഛൻ താമരശ്ശേരി ഗോപാലകുറുപ്പ് അന്തസ്സുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഇന്നുവരെ പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാം പാലിച്ചിട്ടുണ്ട്. ആ അച്ഛന് വേണ്ടി ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നു. സുരേന്ദ്രനും ഞാനക്കുഞ്ഞിനും